ഡൈയൊക്കെ അടിക്കുമ്പോൾ പിന്നെ മുഖമൊക്കെ കറുത്ത് ഒരുമാതിരി ആകത്തില്ല. ഇതങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. വാഴക്കൂമ്പിൻ്റെ പോള വെച്ച് നമുക്ക് നമ്മുടെ നരച്ച തലമുടി എങ്ങനെ കറുപ്പിക്കാമെന്നൊന്ന് നോക്കാവേ. എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടെന്നാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വാ കാണാം. ഇത് നല്ല ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിനെന്ന് പറയുന്നത് നല്ല കറയൊക്കെ ഉള്ളതുകൊണ്ട് ആ കറ നമ്മുടെ ഇതിൻ്റെ കൂടെ ഇനി ചേർക്കുന്ന സാധനങ്ങളും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ തലമുടി ഒരു 3 മാസമെങ്കിലും ആ കറുപ്പായിട്ട് തന്നെ നിൽക്കും കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന സാധനമൊക്കെ നമ്മുടെ മുടി വളരാനും മുടിയിൽ നര മാറാനും കറുപ്പായിട്ടിരിക്കാനും ഉള്ള സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇടാമേ. കറിവേപ്പില നമുക്ക് മുടി നല്ലപോലെ കറുക്കാനും മുടി വളരാനും നല്ല ഒരു ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ കറിവേപ്പില ഇട്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ തേയിലയാണ്. തേയില ഞാനൊരു 2 സ്പൂൺ തേയില ഇടുന്നുണ്ട്. 2 സ്പൂൺ തേയില മതി. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഒത്തിരി വേണ്ട കേട്ടോ, നല്ലപോലെ തിളക്കട്ടത്. അപ്പം നമുക്കിനി അരയ്ക്കാനായിട്ടുള്ള സാധനമൊക്കെ എടുക്കാവേ. ഇത് കണ്ടോ മൈലാഞ്ചി ഒരു 2 പിടി മൈലാഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില, പിന്നെ നമ്മൾ കയ്യോന്നി എന്നൊക്കെ പറയത്തില്ലേ, അത് കയ്യോന്നി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിയായിട്ട് എടുത്താലും മതി കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടാം കേട്ടോ. ഇങ്ങനെ ഇല അങ്ങോട്ട് കട്ട്. ഇത് നല്ലതാണ്, മുടി വളരാനും മുടി കറുക്കാനൊക്കെ നല്ല ഐറ്റമാണ് കേട്ടോ. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. വയസ്സാണവർക്കും ഇളം നരയുള്ളവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു നല്ല മരുന്നാണ്. മറ്റേ നമ്മൾ ഡൈയൊക്കെ അടിക്കുമ്പോൾ പിന്നെ മുഖമൊക്കെ കറുത്ത് ഒരുമാതിരി ആകത്തില്ല. ഇതങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഈ വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാനായിട്ട് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് അരയ്ക്കല്ല, ഈ വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാനായിട്ട്. ചുണ്ടിൻ്റെ പോളയെല്ലാം കൂടെ കിടന്ന് നല്ല തിളച്ച് നല്ല കറുപ്പ് കണ്ടോ. സൂപ്പർ കളറ്. ഓഫാക്കി വെച്ച് ഇനി നല്ലപോലെ ഒന്ന് ആറട്ടെ. ഇത് നല്ലപോലെ ആറി നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇത് കുറച്ച് ഒഴിച്ച് നമുക്ക് അരയ്ക്കാം കേട്ടോ. ഒത്തിരി വെള്ളം കോരി ഒഴിക്കണ്ട, കുറച്ച് ഞാൻ അരച്ചുകൊണ്ട് വരാവേ. അരച്ച് കൊണ്ടുവന്ന് കേട്ടോ. നല്ല സൂപ്പറായിട്ട് മഷി പോലെ അരച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണം അരയ്ക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു പാത്രത്തിലോട്ട് നിന്ന് മാറ്റി വെക്കണം. ഞാൻ നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് തന്നെ മാറ്റി. ഇനി ഇതിൻ്റെ അകത്ത് ഒരു പൊടിയും കൂടെ ചേർക്കണം. അത് ചേർക്കുമ്പോൾ ഞാൻ കാണിക്കാം. ഇത് നിങ്ങൾ ഉടനെ തേക്കണേലും തേക്കാം, ഇല്ലെങ്കിൽ രാത്രി ഫുള്ള് ഇങ്ങനെ തന്നെ വിട്ടിട്ട് നമ്മൾ രാവിലെ എടുത്ത് തേക്കാം. പിന്നെ തേക്കുമ്പോൾ നമ്മുടെ തലയിൽ എണ്ണയൊന്നും കാണില്ല കേട്ടോ. നല്ല ഷാമ്പു പോട്ട് തലമുടിയെല്ലാം നല്ല എണ്ണമയം എല്ലാം മാറ്റിയിട്ട് വേണം തേക്കാനായിട്ട്. പിന്നെ അതിന് ഒരു പൊടിയും കൂടെ ചേർക്കണം. ആ പൊടിയും കൂടെ ചേർത്ത് വേണം നമ്മുടെ തലയെ തേക്കാനായിട്ട്. തലയിൽ തേക്കുമ്പോൾ തലയിൽ ഒരു 2 മണിക്കൂറെങ്കിലും തലയിൽ വെച്ച് നല്ലപോലെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മളിത് കഴുകി കളയാവുള്ളൂ. ഞാൻ ആ പൊടി ചേർക്കുമ്പം കാണിക്കാവേ. ഞാനിപ്പം തേക്കുന്നില്ല, ഇതിനി ഞാൻ നാളെ എടുത്ത് തലയിൽ തേക്കത്തുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ അങ്ങ് മൂടി വയ്ക്കുകയാണ്. ഇനി നമുക്ക് നാളെ കാണാം. നമുക്കിതൊന്ന് തുറക്കാം. നല്ല സൂപ്പർ കളറായിട്ടുണ്ട്, നല്ല കറുപ്പായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളിനി മിക്സ് ചെയ്യാൻ പോകുന്നത് നീലമരിയുടെ പൊടിയാണ്. അപ്പം നമുക്ക് മുടിക്ക് കുറച്ചും കൂടെ കറുപ്പ് കളർ കിട്ടും. സ്പൂൺ മതി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാവേ.
മിക്സ് ചെയ്യുമ്പോൾ വെള്ളം വേണമെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ വേണം മിക്സ് ചെയ്യാനായിട്ട്. വേറെ പച്ചവെള്ളമൊന്നും ഒഴിക്കണ്ടേ കേട്ടോ. കണ്ടോ, വെള്ളം കൂടിപ്പോകാതെ നോക്കിക്കോണം കേട്ടോ. ഒത്തിരി അങ്ങോട്ട് തിക്കും ആകാമേ, ഒത്തിരി അങ്ങോട്ട് ലൂസും ആകാതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിലോട്ട് തേക്കാം. ഇനി 2 മണിക്കൂർ തലയിൽ ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. 2 മണിക്കൂർ വെച്ച് നല്ലപോലെ പിടിക്കും, സൂപ്പറായിരിക്കും. അതിന് ശേഷം നമുക്ക് കുളിച്ചിട്ട് വന്ന് കാണാം കേട്ടോ. തല കുളിച്ചിട്ട് വന്നേ, നല്ല കഴി 2 മണിക്കൂർ വെച്ചിട്ട് അതിന് ശേഷം തല കഴുകുന്നുണ്ട്. ഇഷ്ടംപോലെ നരച്ച മുടി ഉണ്ടായിരുന്നു ഇവിടെ, കണ്ടോ, ഇവിടെ ഇല്ല, കണ്ട എല്ലാം ബ്ലാക്കായി. ഉണ്ടോ, എല്ലാം അടിച്ച് സൂപ്പറാക്കി കല്യാണത്തിന് പോവാണ്. കല്യാണത്തിന് കേട്ടോ, കല്യാണത്തിന് പോയിട്ട് വരാം കേട്ടോ. കൊള്ളാവോ? പൂവിന് പോകുമ്പം മേടിച്ച് വെച്ചോണ്ട് പോകണം. കൊള്ളാവോ? ബൈ.